ഈ വീഡിയോയിലെ തെറ്റും ശരിയും മാത്രം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇത്. അതായത് ഈ കീപ്പ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഈ കീപ്പ് ഡിസ്റ്റൻസ് കളിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഞാനൊരു വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പിലൊരു വാഹനം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് അകലം പാലിച്ച് ഓടിച്ചേക്കാന്നങ്ങ് തീരുമാനിക്കുകയെന്ന് വെച്ചു. പക്ഷേ ഞാൻ ഈ അകലം പാലിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഉടനെ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല, ഏതെങ്കിലും ഒരുത്തനെ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി കയറ്റും. ആ പഠിച്ച് കയറ്റുന്ന പോലെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ അന്നേരം കൊണ്ട് കുത്തിക്കറ്റും. പിന്നെ നമ്മൾ എന്നാ ചെയ്യണം? പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും പുറകോട്ട് മാറി കൊടുക്കണം. അന്നേരത്തേക്ക് അടുത്തവൻ കയറി. അപ്പോൾ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടിലെത്താൻ പറ്റുമല്ല. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും? നമ്മളും അതിനനുസരിച്ച് ഓടിക്കുകയും നിവൃത്തിയുള്ളൂ. അതാണ് ഈ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, മുമ്പിലൊരു വാഹനം പോവുകയാണെങ്കിൽ അകലം പാലിച്ച് ഓടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? മറ്റുള്ളവർ സമ്മതിക്കണ്ടേ? നമ്മുടെ നാട്ടിലൊരു ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോം ആൻഡ് ജെറി കളിക്കുന്ന പോലെയാണ്. അതായത് ഫ്രണ്ട് എലി ഇങ്ങനെ ഓടും, തൊട്ട് പുറകെ ഇങ്ങനെ പൂച്ച ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ ഓടി വരുമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരുടെ ഭാഗത്ത് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കീപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം തൊട്ട് ഫ്രണ്ടേ പോകുന്ന വാഹനം എപ്പോൾ വേണേലും ചവിട്ടാം. അങ്ങനെ വിചാരിച്ച് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ അകലം പാലിച്ച് ഓടിക്കുന്നവരെ കാണുമ്പോഴേ ചില ആൾക്കാർക്ക് പുച്ഛ. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. തൊട്ട് ഫ്രണ്ടിൽ ഒരു തടിലോറി പോവുക, കയറ്റം കയറി പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത്? ഇത് തടിലോറിയാണ്, എങ്ങാനും എന്തെങ്കിലും പണി വാളിക്കഴിഞ്ഞാൽ, അതായത് ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടാതെ വല്ല വന്ന് ഈ സാധനം പുറകോട്ട് പോരും. അപ്പോൾ ഞാനിങ്ങനെ അകലം പാലിച്ച് ഇങ്ങനെ പുറകെ പോവുക. അപ്പോൾ തൊട്ട് പുറകെ വന്ന ഒരുത്തിന് ഓവർടേക്ക് ചെയ്ത് എന്നെ നോക്കിയിട്ട് ഒരു ചിരി, അതായത് ഒരു ആക്കിയ ചിരി. ഇവൻ എന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ എന്നിട്ട് കയറി അങ്ങ് പോവുക. ഇവൻ കയറിയിട്ട് ആ തടിലോറിയുടെ തൊട്ട് പുറകെ മുട്ടിച്ച് നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവനൊക്കെ എന്ത് വിവരം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ വളവിൻ്റെ അവിടെ ഓവർടേക്ക് ചെയ്തിട്ടേ നമ്മളെ നോക്കിയിട്ട് ഒരു ഇളിയുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ ഈ ഭാഗ്യത്തിൻ്റെ പുറത്താണ് ഈ രക്ഷപ്പെട്ടു പോകുന്നതേ. നമ്മളാണെങ്കിൽ ഓരോ വളവിൻ്റെ അവിടെയും ഒരു വലിയ വാഹനം നമ്മൾക്ക് ഓപ്പോസിറ്റ് എപ്പോൾ വേണേലും വരാമെന്ന് നമ്മളിങ്ങനെ കരുതി കൂട്ടിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ചില ആൾക്കാരുണ്ടല്ലോ ചുമ്മാ അങ്ങ് പോയേക്കുക. അതായത് ആക്സിലേറ്ററിൽ ആര് തിരിച്ചാലും ആര് ചവിട്ടിയെന്ന് പറഞ്ഞാലും വണ്ടി മുന്നോട്ട് പോകും. ഇവർ ചുമ്മാ രാവിലെ കയറി ഇരുന്നിട്ട് വണ്ടിയിൽ ആക്സിലേറ്റർ കയറി ഒറ്റ പോകും. വളവാണ് അതൊന്നും നോക്കുന്നില്ല, ഞാൻ കയറി എങ്ങോട്ട് പോകും. ഇവരൊക്കെ ഭാഗ്യം കൊണ്ടാണ് ഈ രക്ഷപ്പെടുന്നത്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇവന്റെ ജീവൻ മാത്രമല്ല അപകടത്തിലാക്കുന്നത്. ഒന്നും അറിയാതെ ഏതെങ്കിലും ഒരു നിരപരാധിയായിരിക്കും ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നത്. അവരൊട്ടും കൊണ്ട് കയറ്റി കൊടുക്കും. സിനിമാ നടൻ മധുബാലില്ലേ, ഇദ്ദേഹം പണ്ടൊരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞാൽ, അദ്ദേഹം വാഹനം രാവിലെ എടുക്കുമ്പോഴത്തേക്കും മനസ്സിൽ ചുമ്മാ അങ്ങ് വിചാരിക്കും, ഞാൻ ഇവിടുന്ന് വാഹനം എടുക്കുമ്പോഴത്തേക്കും വേറെ എവിടുന്നോ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ അവനും വാഹനമായിട്ട് നിരത്തിലോട്ട് ഇറങ്ങും. അപ്പം ഞാൻ ഇവനെ വെട്ടിച്ച് എങ്ങനെയെങ്കിലും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് രാവിലെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയല്ലേ? നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭ്രാന്തനും വാഹനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ വന്ന് നമ്മളെ മുട്ടിക്കാൻ വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ കരുതി കൂട്ടി വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ, വലിയ തകരാറില്ലാതെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും.